വെൽക്കം ടു മൈ ചാനൽ. ഓണം അടുത്ത് വരികയല്ലേ. നമ്മുടെ പൊന്നോമനയ്ക്ക് വേണ്ടി നമുക്കൊരു സ്കേർട്ട് തയ്യാറാക്കാം. ഞാൻ ആദ്യം സ്കേർട്ടിൻ്റെ കട്ടിങ് പരിചയപ്പെടുത്തരാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 2.25 മീറ്റർ ലെങ്തുള്ള ഒരു ക്ലോത്താണ്. ഒരു 2 to 3 ഇയേഴ്സ് പ്രായമുള്ള കുട്ടികൾക്കെന്ന് പറഞ്ഞാൽ അവരുടെ ഹിപ്പ് സൈസ് 22 ആകും. അപ്പോൾ അതിൻ്റെ 3 ഇരട്ടി എടുക്കുന്നതാണ് കുറച്ച് നല്ലത്. കാരണം പ്ലീറ്റ് തളർന്ന തുണിയൊക്കെ ആണെങ്കിൽ പ്ലീറ്റ് അധികം കിട്ടുമ്പോഴാണല്ലോ ഭംഗി. അപ്പോൾ ഇവിടെ എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള 2.25 മീറ്റർ ആയിരുന്നു. എൻ്റെ കയ്യിൽ ഇരുന്നേച്ച തുണിയാണ്. അപ്പോൾ അത് എൻ്റെ മോക്കൊരു സ്കേർട്ട് അടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ എടുത്തതാണ്. അപ്പോൾ 2.25 മീറ്റർ കുറച്ച് പ്ലീറ്റ് കുറഞ്ഞു പോകുന്നേ ഉള്ളൂ. പിന്നെ ഒരു സ്റ്റാൻഡേർഡ് ലെങ്ത് എന്ന് പറയുന്നത് 18 ആണ് എൻ്റെ സ്റ്റാൻഡേർഡ് ലെങ്ത്. അപ്പോൾ ഞാനിപ്പോൾ 70 എടുത്തിട്ടുണ്ട്. 17.5 17.5 ഇഞ്ച് ലെങ്തിൽ തുണി കട്ട് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് 1.5 ഇഞ്ച് മേളിൽ പട്ട പോകുന്നുണ്ട്. 1.5 ഇഞ്ച് പട്ട പോകുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാക്കി 16.5 ഇഞ്ച് കഴിഞ്ഞ് 2 സ്റ്റിച്ചിങ് അലവൻസും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 17.5 ഇഞ്ചാണ് ഞാനിവിടെ കട്ടിങ് ആയി ചെയ്തെടുത്തിരിക്കുന്നത്. ിൻ്റെ മേളിൽ വരുന്ന പട്ടയുടെ ലെങ്ത്തും വിട്ടും നോക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 23 ഇഞ്ച് നീളമുള്ള ഒരു കട്ട് പീസാണ്. അപ്പോൾ ഫോൾഡ് ചെയ്ത് 1.5, പിന്നെ 4 ഇഞ്ച് വീതിയിലുള്ള ഒരു കട്ട് പീസാണ്. അപ്പോൾ 1.5 ഇഞ്ച് പട്ടയാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. അപ്പോൾ 1.5 3 പ്ലസ് തയ്യൽ അലവൻസ് 4, അങ്ങനെ 4 ഇഞ്ച് വീതിയിലുള്ള ഒരു കട്ട് പീസാണ് പട്ടയ്ക്ക് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത്. വലിയ കട്ട് പീസിൽ പ്ലീറ്റ് എങ്ങനെ ഇടുന്നതെന്ന് നോക്കാം. ആദ്യം 1 ഇഞ്ച് അടയാളപ്പെടുത്തുക. ഇത് വെറുതെ വിടുക. പിന്നെ 1.5 ഇഞ്ച് വീതം അടയാളപ്പെടുത്തുക. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഒന്നുള്ളിലാക്കി ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യുന്നത്. ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ഈ സ്റ്റിച്ച് ചെയ്തതിന് കുറച്ചും കൂടി പെർഫെക്ഷന് വേണ്ടിയിട്ട് ഈ സ്റ്റിച്ചിങ്ങിൻ്റെ ഇടയിൽ ഒരു പിന്ന്, ഫോൾഡിങ്ങിൻ്റെ ഇടയിൽ ഒരു പിന്ന് കുത്തിവെക്കുന്നത് നല്ലതായിരിക്കും. നമുക്ക് അളവ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഓരോന്നും ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ആ പട്ടയുടെ ലെങ്ത് വരെ നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്ത് ആ ഒരു വീതിക്ക് ലെങ്തിന് മാത്രം മതി. ഇതിന് മുമ്പായിട്ട് ഇങ്ങനെയൊന്ന് ഫോൾഡ് ചെയ്ത് ആ പട്ട ഒന്ന് മേളിലെ അതിൻ്റെ ലെങ്ത് തന്നെയാണോ എന്നൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൺഫേം ചെയ്യുക. ഞാനിവിടെ പട്ടയുടെ ലെങ്ത് നോക്കി തന്നെ പ്ലീറ്റ് അടിച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഈ പ്ലീറ്റ് ഇതിൻ്റെ മേളിലായിട്ട് ചീത്ത വശം തിരിച്ചു വെച്ച് അടിക്കാം. ആദ്യം ഇതിൻ്റെ സൈഡൊന്ന് അരികെ ചേർത്ത് അടിക്കണം. ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്തൊന്ന് അടിക്കണം. ഇനി പട്ടയുടെ മേൽഭാഗം ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്തടിക്കാം. ഒറ്റ മടക്കം മതി. ഇനി പട്ട 2 മടക്കി സ്റ്റിച്ച് ചെയ്യാം. നമ്മുടെ സ്കേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി പട്ടയുടെ ഉള്ളിൽ കൂടി ത്രെഡാണ് ഇടുന്നത്. അത് ത്രെഡ് ഞാനിവിടെ കാണിച്ചിട്ടില്ല. അത് റെഡിമെയ്ഡ് വാങ്ങിക്കാൻ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ത്രെഡ് ഉപയോഗിക്കാൻ അറിയാമല്ലോ, ത്രെഡ് ചെയ്യാനൊക്കെ. അപ്പോൾ അങ്ങനെ ചെയ്താൽ